ഇന്നത്തെ നമ്മുടെ കുട്ടിത്താരം ആരാന്ന് ചോദിച്ചാൽ ഒരു കൊച്ചു മിടുക്കിയാണ്. വയനാട് GHSS ഓടപ്പളം സ്കൂൾ പ്രവേശനോത്സവത്തിന് ഇത്തവണ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. 4ാം ക്ലാസ് വിദ്യാർത്ഥിനി അന്ന മരിയ രാജന്റെ മിസ്റ്ററി ഓഫ് ജോയ് എന്ന പുസ്തകത്തിന്റെ കവർ പ്രകാശനം ഈ പ്രവേശനോത്സവത്തോടനുബന്ധിച്ചാണ് നടന്നത്. 25 കഥകൾ പൂർത്തിയായ പുസ്തകം വൈകാതെ പ്രസിദ്ധീകരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സ്കൂൾ അധികൃതരും അന്നയുടെ കുടുംബവും. അപ്പോൾ നമുക്ക് അന്ന മോളുടെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ അതോടുകൂടി നമ്മുടെ ഹെലോ മലയാളത്തിന്റെ ഇന്നത്തെ സമയം ഏറെക്കുറെ ഇവിടെ പൂർണ്ണമാവുകയാണ്. അന്നമോളുടെ വിശേഷമൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് വാഴ്ത്തല. പിന്നീട് നമ്മൾ സജീവമായ വാർത്താ മണിക്കൂറിലേക്ക് ഹാപ്പനിങ് അവേഴ്സിൽ ലക്ഷ്മി പത്മ എത്തും. അപ്പോൾ ഞാൻ പോവാണ്. നമുക്ക് നാളെ രാവിലെ 7 മണിക്ക് കണ്ടുമുട്ടാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഇന്നൊരു നല്ല ദിവസമായിരിക്കട്ടെ. എല്ലാ കാര്യങ്ങളൊക്കെ വിചാരിച്ച പോലെ തന്നെ നടക്കട്ടെ. നമുക്കപ്പോൾ നാളെ കണ്ടാലോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് സമാധാനമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക അല്ലേ? പരിസ്ഥിതി ദിനമാണ്. അതുകൊണ്ട് തന്നെ കഴിയുമെങ്കിൽ പരിസ്ഥിതിക്ക് ദോഷകരമല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുക. ഒരു മരമൊക്കെ നട്ടുപിടിപ്പിക്കുകയും, ഒരു മരം നട്ടുപിടിച്ചാൽ മാത്രം പോരാ. കാരണം പരിസ്ഥിതി ദിനത്തിൽ നമ്മളൊരു മരം നട്ടുപിടിപ്പിച്ച് അതിലങ്ങ് നിർത്തുകയാണ് പതിവ്. അങ്ങനെയല്ല, പരിസ്ഥിതിയെ എല്ലാ കാലത്തും എന്നും നമുക്കൊപ്പം ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം അല്ലേ? പരിസ്ഥിതി ഉണ്ടെങ്കിലേ നമുക്ക് നിലനിൽപ്പുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം. നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ. ഒരു 4ാം ക്ലാസ്സുകാരിയുടെ അനുഭവങ്ങളും നിരീക്ഷണങ്ങളും പുസ്തകമാവുകയാണ്. തന്റെ തോന്നലിൽ എഴുതിയ കഥകൾക്ക് ക്ലാസ് ടീച്ചറുടെ പിന്തുണ കൂടിയായതോടെ 1 വർഷം കൊണ്ട് അന്ന മരിയ രാജൻ എഴുതിയത് 25 ഇംഗ്ലീഷ് ചെറുകഥകൾ. കഥകൾ കൂട്ടിച്ചേർത്ത പുസ്തകത്തിന് പേരുമിട്ടു മിസ്റ്ററി ഓഫ് ജോയ്. അന്ന എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ കുട്ടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എൻ്റെ ക്ലാസ്സിൽ വന്ന സമയത്ത് തന്നെ ഒരു റെയറാണ്. എപ്പോഴും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ ആള് വേറൊരു ലോകത്തേക്ക് പോകുന്നതും അവിടെ കുറെ ക്യാരക്ടേഴ്സിനെ കണ്ടുമുട്ടുന്നതും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഒക്കെ നമുക്ക് പലപ്പോഴായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ഒരു തവണ പോലും ഞാൻ അവളെ ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല. അപ്പോൾ ആക്ടിവിറ്റീസൊക്കെ വേഗം കഴിയാൻ കുറച്ച് ഫാസ്റ്റാണ് ആൾ. അപ്പോൾ ആക്ടിവിറ്റീസൊക്കെ വേഗം തീരും. അന്നയുടെ എഴുത്തു തുടങ്ങി 1 വർഷം പിന്നിടുമ്പോഴാണ് പുസ്തകമെന്ന ആശയത്തിലേക്ക് എത്തുന്നത്. സ്കൂൾ അധികൃതരുടെ പിന്തുണ കൂടിയായതോടെ പുസ്തകത്തിന്റെ പ്രാരംഭ പ്രവർത്തികൾ നേരത്തെ തുടങ്ങി. പുസ്തകത്തിന്റെ കവർ പേജ് സ്കൂളിൽ നടന്ന പ്രവേശനോത്സവത്തിൽ ബത്തേരി നഗരസഭാ ചെയർമാൻ TK രമേശ് പ്രകാശനം ചെയ്തു. എഴുത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. എഴുതിയ ഭാഗങ്ങൾ ചിത്രമാക്കി വരയ്ക്കാനുള്ള കഴിവും അന്നയ്ക്കുണ്ട്. നിലവിൽ 25 കഥകൾ എഴുതി പൂർത്തിയാക്കിയിട്ടുണ്ട്. ബാക്കി കഥകൾ കൂടി എഴുതിയ ശേഷം പുസ്തകം പ്രകാശനം ചെയ്യും. പ്രശസ്ത എഴുത്തുകാരനായ KJ റൗളിങ്ങും റാസ്കിൻ ബോണ്ടുമൊക്കെയാണ് അന്നയുടെ പ്രിയ എഴുത്തുകാർ. ഞാൻ ക്യാരക്ടേഴ്സിനൊക്കെ വരയ്ക്കും. പിന്നെ ലാസ്റ്റ് ഈ ചെറിയ ചെറിയ മൃഗങ്ങളൊക്കെ വരയ്ക്കും. അത് അതിൻ്റെ തീമൊക്കെ ഫോളോ ചെയ്യും. അത് എഴുതിയിട്ടാണ് ഞാൻ അത് വരച്ചയക്കാറ്. 3ാം ക്ലാസ് മുതലാണ് അന്ന എഴുതാൻ തുടങ്ങിയത്. ക്ലാസ് ടീച്ചർ ഹസീനയുടെ പിന്തുണയാണ് എഴുത്തു തുടരാൻ പ്രചോദനമായത്. 3ലൊക്കെ വെച്ചിട്ടാണ് കഥകളൊക്കെ എഴുതാൻ തുടങ്ങിയത്. അതിനു മുന്നേ ചെറിയ ചെറിയ സെന്റൻസൊക്കെ ഇങ്ങനെ എഴുതി ചിത്രങ്ങളൊക്കെ വരച്ച് ഇങ്ങനെ വെക്കാറുണ്ടായിരുന്നു. പ്രസിദ്ധീകരണത്തിലേക്ക് എത്താനുള്ളൊരു കാരണം, നമ്മൾ മോള് പഠിക്കുന്ന സ്കൂളാണ് GHS ഓടപ്പള്ളം. അവിടെ ടീച്ചറെ, മോളുടെ ക്ലാസ് ടീച്ചർ ഹസീന ടീച്ചറും സ്കൂളും നൽകുന്ന ഒരു സപ്പോർട്ടാണ് അത് പ്രസിദ്ധീകരണത്തിലേക്ക് എത്തിച്ചത്. നമ്മളങ്ങനെ ആ രീതിയിലൊന്നും ആലോചിച്ചിരുന്നില്ല. അപ്പോൾ മോൾക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്നും അത് ക്രിയേറ്റീവാന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹനമൊക്കെ ഉണ്ടായത് സ്കൂളിൻ്റെ ഭാഗത്തു നിന്നാണ്. ഇങ്ങനെ എഴുതുന്ന അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു ആഗ്രഹം, ഇതൊരു പുസ്തകമായി രചിച്ചാൽ, ചെറിയ കുട്ടിയല്ല, അപ്പോൾ അതൊരു പുസ്തകമായിട്ട് രചിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നൊരു തോന്നൽ കൂടി ഉണ്ടായി. അപ്പോൾ അവരുടെ രക്ഷിതാക്കളായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യുകയായിരുന്നു ചെയ്തത്. അന്നയുടെ തോന്നലുകളാണ് കഥകളായി പരിണമിക്കുന്നത്. കൂടുതൽ കഥകൾ ഉൾപ്പെടുത്തി പുസ്തകം എത്രയും വേഗം പ്രകാശനം ചെയ്യാനാണ് സ്കൂൾ അധികൃതരുടെ കുടുംബത്തിന്റെയും തീരുമാനം. ക്യാമറ പേഴ്സൺ റിന്റുവിനൊപ്പം ആഷിഖ് റഹ്മാൻ, ന്യൂസ് മലയാളം, വയനാട്.